സാർ വയലിൻ വായിക്കാതിരിക്കാൻ അത്ര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. സാറിന് ശരിക്കും ജീവൻ തന്നെയാണ് വയലിൻ. ആണല്ലോ ആണല്ലോ. ആ ആ വയലിനിലോട്ട് സാറ് ആകൃഷ്ടനായ ഒരു പോയിന്റ് എപ്പോഴായിരുന്നു കുട്ടിക്കാലത്ത്? ആ പോയിന്റ് നമ്മൾ ചോദിക്കുന്നത്, എനിക്കത് കൃത്യമായിട്ട് നമുക്ക് നമ്മൾ എന്ന് നടന്നു തുടങ്ങി അല്ലെങ്കിൽ എന്ന് സംസാരിച്ചു തുടങ്ങി എന്നൊക്കെ ചോദിക്കുന്ന പോലെയുള്ള ഒരു ചോദ്യമാണ്. ഇത് എന്താണ് കുറേശ്ശെ. അപ്പൊ ചെറുപ്പത്തിലെ എൻ്റെ വീട്ടിലൊക്കെ ഈ വയലിനുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. പഴയ ഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ അസാധ്യമായിട്ട് വായിക്കും. പിന്നെ എൻ്റെ ഫാദർ ഇതെല്ലാം വായിക്കുന്ന ആളാണ്. വയലിനും ഫ്ലൂട്ടും പിയാനോ ഇതൊക്കെ, ഓർഗൻ ഇതൊക്കെ വായിക്കുന്ന ആളാണ്. എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും പാട്ടും പാടും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ചെറുപ്പം തൊട്ട് ഇത് എപ്പോഴും കേൾക്കുന്നുണ്ട് വയലിൻ. അപ്പൊ എപ്പോഴോ ഒരു സമയത്ത് എൻ്റെ വളരെ ചെറിയ കാലത്ത് തന്നെ ഇതെൻ്റെ ശരീരത്തിൽ കൂടി കയറിയിട്ടുണ്ട്. പിന്നെ അത് എനിക്ക് തോന്നുന്ന ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പോൾ ഞാൻ പതുക്കെ ഇതിലൊക്കെ ചില പരീക്ഷണങ്ങൾ ആരും അറിയാണ്ട് ഞാൻ മുകളിൽ പോയിട്ട് ഇങ്ങനെ തട്ടിയൊക്കെ നോക്കും. പക്ഷെ അതുകൊണ്ട് അതൊന്നും ആരും പ്രോത്സാഹനമൊന്നും ഒന്നുമില്ല. നമ്മൾ അറിയാണ്ടാണ് ചെയ്യുന്നത്, ആരും അറിയാണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കൊല്ലൂര് പള്ളിയില് അന്ന് ഈ നാടകം, ഗാനമേള എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെയല്ലേ ഉള്ളൂ. സിനിമയ്ക്ക് പോക്ക് പോലും വളരെ കുറവാണെന്ന്. അപ്പൊ ഈ പരിപാടി ഏതോ ഒരു ഫംഗ്ഷൻ അങ്ങനെ വന്നു. അപ്പൊ ഒരു വയലിനിസ്റ്റ് സേവിയർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇല്ല നമ്മളോടൊപ്പം. അദ്ദേഹത്തിന്റെ വയലിൻ കണ്ടു. ഒരു ചെക്കോസ്ലോവാക്യൻ വയലാണ്. അപ്പൊ അതില് പതുക്കെ തൊട്ട് ഞാൻ വെറുതെ പോന്നെടുക്കാൻ അറിഞ്ഞൂടെ, പഠിച്ചിട്ടില്ല. കൈ കൊണ്ട് ടിങ് 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 എന്നൊക്കെ വായിക്കാനായിട്ട് ഭയങ്കര ഓടി വന്ന് തന്നെ ഭയങ്കര ദേഷ്യത്തിൽ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പേടിച്ചു പോയി. കാരണം ആരും അറിയാണ്ട് ചെയ്ത. അപ്പോഴും ഉടനെ തന്നെ അദ്ദേഹം എന്നിട്ട് അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു. ചിരിച്ചിട്ട് എൻ്റെ ബ്രദർ തൊട്ട അപ്പുറത്തെ മുറിയിലുണ്ട്. എൻ്റെ ബ്രദറിനെ വിളിച്ചു, എടാ പോളി, നീ ഇവനെ ഒരു വയലിൻ പഠിപ്പിക്കട്ടാ, ഒരു വയലിൻ വാങ്ങിച്ചു കൊടുക്കുന്നത്, എൻ്റെ വയലിനുള്ളത് മതി, അവന് വയലിൻ പഠിപ്പിക്കുന്നത് ഭയങ്കര പാഷനാണ് എന്ന് അദ്ദേഹമാണ് ആദ്യം അത് പറയുന്നത്, പുറത്താക്കുന്നത് എന്നിലുള്ള ഇങ്ങനെയുള്ള ഒരു ഇതിനോടുള്ള ഒരു ടേസ്റ്റ്. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ ഇതേപോലെ മുകളിൽ പോയിട്ട് ഒരു ജ്യേഷ്ഠന്റെ വയലിൻ വായിക്കും. ആദ്യമായിട്ട് അതിൽ വായിച്ചത് കയ്യടി നേടിയ ഒരു ഗാനമായിരുന്നു. അന്ന് ഭയങ്കര കയ്യടി കിട്ടി. ഞാൻ മുകളിലിരുന്നിട്ട് വായിക്കുമ്പോൾ ഞാൻ വായിച്ചത് വേറൊന്നുമില്ല, ജനഗണമനയതി. വളരെ സിമ്പിളായിട്ട് വായിക്കാം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും പാടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടാണ് അത് ഇതിൽ വായിച്ചു. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, പക്ഷെ സ്റ്റിൽ ഐ റിമെമ്പർ ദാറ്റ്. ഓൾഡ് മെമ്മറീസ് യു കാൻ ഫോർഗെറ്റ് അല്ലേ. അപ്പൊ അങ്ങനെ വായിച്ചു ഭയങ്കര കൈയടി. നോക്കും എൻ്റെ സിസ്റ്റേഴ്സ് ഒക്കെ തൊട്ടപ്പുറത്തെ മുറിയിൽ ഇത് കൈയടിച്ചു. അന്ന് ആരംഭിച്ചതാണ്. പിന്നെ അതുമ്മ കുറേശ്ശെ ഞോണ്ടി തുടങ്ങി. പിന്നെ ഞാൻ അതിനിടയ്ക്ക് സെമിനാരിയിലേക്ക് പോയി. അവിടെ വെച്ച് എനിക്കൊരു വയലിൻ കിട്ടുന്നു. ഒരു ഫാദർ അഗസ്റ്റിനഗർ എനിക്കൊരു വയലിൻ തരുന്നു. അതിൽ പ്രാക്ടീസ് തുടങ്ങുന്നു. പറഞ്ഞ പോലെ ഫുൾ ടൈം, അതായത് അവിടെ ചെയ്യേണ്ട തൊഴിൽ കഴിഞ്ഞിട്ട് ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ കളിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ റിക്രിയേഷനുണ്ട്, ഉറങ്ങണം. ഈ സമയങ്ങളൊക്കെ ഞാൻ വയലിൻ വായിക്കാനായിട്ട് കണ്ടുപിടിച്ചു. അപ്പൊ അവിടുത്തെ ആൾക്ക് മനസ്സിലായി, ഇവൻ ശരിയല്ല, ഇവന്റെ പോക്ക് ശരിയല്ല, ഇവന് ഇവിടത്തേക്ക് ശരിയാവില്ല, ഇവൻ ഈ വയലിന്റെ പുറകിൽ പോകുന്നവനാണ്. അങ്ങനെ എന്നെ അവിടുന്ന് പറഞ്ഞയച്ചു. നേരെ വോയിസ് ഓഫ് ട്രിച്ചൂരില് ബന്ധം ഉണ്ടായിരുന്നു. ആറ്റ്ലി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ഗിറ്റാറിസ്റ്റ്, ഒരുപാട് കലാകാരന്മാരെ വളർത്തിയ ഒരു കക്ഷിയാണ്. അദ്ദേഹം ഒന്നും നമ്മളോടൊപ്പം ഇല്ല. 2-3 കൊല്ലമായി അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട്. പക്ഷെ ഈ വീട്ടില് വയലിൻ സംഗീതമായിട്ട് ബന്ധം ഉണ്ടായിരുന്നെങ്കിലും ഫാദർ ഇതിനെതിരായിരുന്നു. ഫാദർ വയലിൻ അടുപ്പില്, അതെ, എന്റെ വയലിനൊക്കെ എടുത്ത് അടുപ്പിലിടാൻ പോയിട്ടുണ്ട് ഞാൻ ഈ പ്രാക്ടീസ് കൂടിയപ്പോ. എന്നിട്ട് അമ്മയാണ് എന്നെ എപ്പോഴും സേഫ് ഗാർഡ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ വയലിനൊക്കെ പ്രോഗ്രാമിനൊക്കെ സ്ഥിരം, അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം പ്രോഗ്രാമാണ്. ഞാൻ കന്യാകുമാരി കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലത്തും ഏറ്റവും കൂടുതൽ വയലിൻ വായിച്ചിരിക്കുന്ന ആളും ഞാനാ. ഒരു സിംഗിൾ വയലിൻ. കാരണം ഈ വയലിൻ ഇൻസ്ട്രുമെന്റ് ഒത്തിരി ഇല്ല, വളരെ റയറാണ്. ഫ്ലൂട്ടൊക്കെ ഉണ്ട്, ബാക്കി ഹാർമോണിയം ഫ്ലൂട്ടൊക്കെയാണ്, വയലിനില്ല. അപ്പൊ അതിന് എന്നെ വിളിക്കും. ഞാൻ കേരളം മുഴുവൻ ബസ്സില് കമ്പിയിലൊക്കെ പിടിച്ചിട്ട് എന്നിട്ട് ഇത് ഇരിക്കാൻ സീറ്റ് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അന്ന് വയലിൻ ഈ കമ്പിയുമ്പോ പിടിച്ചു കഴിഞ്ഞാൽ കൈ ഇത് വരുമല്ലോ, സ്റ്റിഫാവും, അല്ലെങ്കിൽ തഴമ്പ് വരും. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു കമ്പി നിക്കണ കുത്തുകമ്പി ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചാരി നിൽക്കുക, അതുമ്പോ പിടിച്ചിട്ട് കൈ കൊണ്ട് പിടിക്കില്ല. ഇതൊക്കെ സ്റ്റിൽ ഐ റിമെമ്പർ ദ വേ ഐ യൂസ് ടു, എന്താ പറയാ, എന്റെ വയലിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ത്യാഗം എന്ന് പറയില്ല, ഔട്ട് ഓഫ് പാഷനാണ്, ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ ചെയ്ത് നിറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ വീട്ടിൽ കയറി ചെല്ലുമ്പോ പ്രോഗ്രാം കഴിയുമ്പോൾ 1 മണി 2 മണിയാവും. ആ സമയത്ത് അമ്മ പിന്നിലത്തെ വാതിൽ തുറന്നിടും, മുമ്പിലത്തെ വാതില് അടച്ചിടും. അപ്പൊ ഫാദർ വരുമ്പോ ലേറ്റ് ആവും, 9 മണി 10 മണിയാവും. അപ്പൊ ഫാദർ വരുമ്പോ പറയും, അപ്പൊ ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. എന്നെ പ്രത്യേകിച്ച് അന്വേഷിക്കില്ല.
അവിടെ കാണാതിരിക്കുന്ന ഒരു അവസ്ഥ പുള്ളിക്ക് അറിയില്ലല്ലോ. ഞാൻ വന്ന് മുകളിലത്തെ വാതിൽ തട്ടിയാലല്ലേ പ്രശ്നം. അപ്പൊ അമ്മ പിന്നിലത്തെ വാതിൽ തുറന്നിടും. അങ്ങനെ പിന്നീട് വന്നിട്ട് മുകളിലേക്ക് പോയി കിടന്നുറങ്ങും. ആസ് യൂഷ്വൽ കാലത്ത് എല്ലാവരെ പോലെ ഞാനും എണീറ്റ് താഴ്ത്തിക്ക് വരും. ഞാനപ്പോ അവിടെ കിടന്നുറങ്ങുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. ഫാദറിന് തീരെ ഇഷ്ടമായിരുന്നില്ല. കാരണം അന്ന് കലാകാരന്മാരെ മൊത്തത്തില് എല്ലാവർക്കും പേടിയും വെറുപ്പൊക്കെ ഉള്ള ഒരു കാലം. അവരുടെ സംഗീതവും അവരുടെ കലാവാസനകളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവരുടെ ജീവിതശൈലി അത്ര നമുക്ക് പ്രോത്സാഹനം തരുന്നതല്ല. അപ്പൊ അതൊക്കെയായിരുന്നു അതിന്റെ ഒരു ഇഷ്യൂ.